ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. CSOL ലിസ്റ്റ് ഡിസംബർ 7, ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ് CSOL ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. പബ്ലിഷ് ചെയ്ത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കൂടെ പൂർണ്ണ രൂപത്തിൽ ഇന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇട്ടിരിക്കുന്നത്. CSOL എന്ന് പറഞ്ഞാൽ കോർ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്നാണ് എൻ്റെ പേര്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതുവരെ ഏറ്റവും നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു ലിസ്റ്റ് MLT-SSL മീഡിയം ലോങ് ടേം സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് ആയിരുന്നു. കാരണം ഈ ലിസ്റ്റാണ് 189, 190 ഒക്കെ ഈ വിസ കാറ്റഗറികളിലേക്കൊക്കെ സ്കിൽ ഷോർട്ടേജ് ആയിട്ട് ആധാരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ലിസ്റ്റ്. എന്നാൽ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ CSOL ലിസ്റ്റാണ് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ലിസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൈഗ്രേഷൻ പ്ലാനിങ് ലെവൽസ് സർക്കാർ റിന്യൂ ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. ഒരു 3-4 മാസം മുന്നേ പറഞ്ഞിരുന്നു. ഇനിയും തൊട്ട് മൈഗ്രേഷൻ സ്ട്രാറ്റജി ഡിഫറൻ്റ് ആവുകയാണ്. ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കാൻ പോകുന്നത് എംപ്ലോയർ സ്പോൺസർഷിപ്പിലൂടെയാണ്. അതിൻ്റെ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എംപ്ലോയഡ് സ്പോൺസർഷിപ്പ് വഴി 44,000 ആണ് ഈ വരുന്ന ഇയറിൽ അവർ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി അതിനാണ് കേട്ടോ. ടോട്ടൽ 132,000 സീറ്റ്സ് ഉള്ളതിൽ 44,000-ഉം ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എംപ്ലോയർ സ്പോൺസർഷിപ്പിനാണ്. ആൻഡ് അത് കഴിഞ്ഞാണ് 189 ഇൻഡിപെൻഡൻറ്റ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ്. സ്കിൽ ഇൻഡിപെൻഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ വിസ കിട്ടിയ കാറ്റഗറി അതായിരുന്നു ഇത്രയും നാളും പോപ്പുലർ. അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അത് 30,000 സീറ്റ്സ് ആയിട്ട് കുറച്ചിരുന്നു. അത് വീണ്ടും ഈ വരുന്ന വർഷം അത് വീണ്ടും കുറച്ച് 16,900 16,900 ആക്കി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇപ്പോൾ എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസ വഴിയാണ്. അപ്പോൾ ഓസ്ട്രേലിയ പഠിക്കാൻ വരുന്നവരും ഇവിടെ ഉള്ളവരും ഇനി മൈഗ്രേറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പെർമനൻറ്റ് റെസിഡൻസി സാധ്യത ലഭിക്കുന്നത് ജോലിക്ക് സ്പോൺസർ ചെയ്യുന്നത് വഴിയാണ്. അപ്പോൾ ഈ ജോലിക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് എംപ്ലോയർ സ്പോൺസർഷിപ്പിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. 2 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയർസ് നോമിനേഷൻ കിട്ടാനുള്ള സാധ്യത കൂടും. അതാണ് മാൻഡേറ്ററി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ തന്നെ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ. അപ്പം എല്ലാവരും ഇനി ഫോക്കസ്ഡ് ആവേണ്ടത് CSOL ലിസ്റ്റിലുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഒക്യുപ്പേഷൻ CSOL ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞാൽ 189-ൻ്റെ ലിസ്റ്റായ MLT-SSL ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അത് കഴിയുമ്പോൾ സ്റ്റേറ്റ് നോമിനേഷന് വേണ്ടി പരിഗണിക്കുന്ന 190-യുടെ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാം. അതും കഴിഞ്ഞിട്ട് റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് നോക്കിയാൽ മതിയാവും. അപ്പോൾ റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ റീജിയണൽ സ്പോൺസേർഡ് വിസ കാറ്റഗറിയും അത് മോശമല്ലാതെ വിസ പ്ലാനിങ് ലെവലിലുള്ളതാണ്. 33,000-ഓളം സീറ്റ്സ് ഉണ്ട് ഈ റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നമ്മുടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ ഒരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാധ്യത എത്രയാണ്, നിങ്ങളുടെ പ്രോബബിലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കാം. ഹോല വേൾഡ് ആ സേവനവും ഒരുക്കി തുടങ്ങിയിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എൻക്വയറി ഫോമിൽ നിങ്ങളുടെ മൈഗ്രേഷൻ സ്ട്രാറ്റജി, നിങ്ങളുടെ പ്രോബബിലിറ്റി എന്താണ് വിൻ ചെയ്യാൻ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം മൈഗ്രേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മുടെ എൻക്വയറി ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക. എല്ലാ എൻക്വയറീസും അടങ്ങിയ ഒരു ലിങ്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സർവീസുകളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സർവീസ് അതിൽ നിന്ന് ഏതാണ്, സ്റ്റഡി അബ്രോഡ് ആണെങ്കിൽ അത്, ഓൺഷോർ ഉള്ള സ്റ്റുഡൻസിന് ഇനി കോഴ്സ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ മാറിയ സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൽസ് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കുട്ടികൾ എല്ലാവരും എടുത്തേക്കുന്ന വളരെ സേഫായിട്ടുള്ള പ്രോഗ്രാംസാണ്. നിങ്ങളാരും പാനിക് ആവേണ്ട. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത പ്രോഗ്രാം ഇപ്പം നേരത്തെ നല്ല കൗൺസിലിംഗ് ലഭിക്കാതെ വന്നതിന് ശേഷം ഇപ്പോൾ തിരിച്ചറിയുകയാണ് നിങ്ങൾക്ക് PR-ന് സാധ്യതയില്ലാത്തൊരു പ്രോഗ്രാമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മാറാനും ഒക്കെ അവസരമുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരാം. CSOL ലിസ്റ്റിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന്, ഈ CSOL ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് മാത്രമല്ല, സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്ന് പറഞ്ഞൊരു വിസ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ പഴയ 482 വിസേനെ മാറ്റിക്കൊണ്ടാണ് ഇത് വരുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 482 ഷോർട്ട് ടേം ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ ഉണ്ടായിരുന്നു. അത് 2 വർഷത്തേക്കോ 4 വർഷത്തേക്കോ സ്പോൺസർ ചെയ്യുന്നൊരു വിസയായിരുന്നു. ആ വിസേനെ നിർത്തലാക്കിക്കൊണ്ട് ഇതാ വരുന്നു സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ. അപ്പോൾ ഈ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയുടെ പ്രാബല്യവും ഈ ഡിസംബർ 7 തൊട്ടാണ് വരുന്നത്. 482 വിസ ഡിസംബർ 6 തൊട്ട് മരിച്ചു. ഡിസംബർ 7 തൊട്ട് 2024 തൊട്ട് വരാൻ പോകുന്നത് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയാണ്. സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ നോക്കുന്നത്
CSOL ലിസ്റ്റിൽ ഒക്യുപ്പേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയുടെ ആധാരം. അതുപോലെ ഇതേ നമ്മുടെ CSOL ലിസ്റ്റ് തന്നെ 186 വിസയ്ക്കും ഫീഡ് ചെയ്യുന്നുണ്ട്. 186 എന്ന് പറഞ്ഞാൽ എംപ്ലോയർ നോമിനേറ്റഡ് വിസയാണ് കേട്ടോ. ആ വിസയ്ക്കകത്തും ഇത് പരിഗണിക്കുന്നുണ്ട്. 186 MLT SSL ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻസിനെയും പരിഗണിക്കുന്നുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും സൂപ്പർ ലിസ്റ്റ് CSOL ലിസ്റ്റാണ്. ഈ പറഞ്ഞ CSOL ലിസ്റ്റിൽ 456 ഒക്യുപ്പേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒക്യുപ്പേഷൻസ് എന്ന് ഞാനിനി പറയാം. കൺസ്ട്രക്ഷൻ, നമ്മളെപ്പോഴും പറയാറുള്ള പോലെ കൺസ്ട്രക്ഷൻ്റെ ഒക്യുപ്പേഷൻസ് ഒരുപാടുണ്ട്. ഹെൽത്ത് സെക്ടറിലെ ഒക്യുപ്പേഷൻസ് ഒരുപാടുണ്ട്. അതിനുശേഷം അഗ്രികൾച്ചറും സൈബർ സെക്യൂരിറ്റിയും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 5 ഒക്യുപ്പേഷൻസ് പറയുമായിരുന്നു. ഏതാ? ഹെൽത്ത് സെക്ടർ. ആ ഹെൽത്ത് സെക്ടർ അതേപോലെ വന്നിട്ടുണ്ട്. നഴ്സിംഗ്, ഹെൽത്തിലെ നമ്മുടെ സൈക്കാട്രി, ഫിസിയോതെറാപ്പി എക്സെട്ര. 2 ടീച്ചിങ് പറയുന്നുണ്ടായിരുന്നു. ടീച്ചിങ്ങിൻ്റെ ഒക്യുപ്പേഷൻസ് ഇതിനകത്തുണ്ടെങ്കിലും അവർ റിപ്പോർട്ടിൽ ഓവറോൾ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ടീച്ചിങ്ങിൻ്റെ കാര്യം എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ടീച്ചിങ് ഇപ്പോഴും സ്റ്റേബിളായിട്ടുള്ളൊരു ഒക്യുപ്പേഷൻ തന്നെയാണ്. കാരണം നമുക്ക് CSOL ലിസ്റ്റിലെ ടീച്ചിങ് കാണാം. ഏർലി ചൈൽഡ്ഹുഡ്, പ്രൈമറി, സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 3 നമ്മളെപ്പോഴും പറയുന്ന എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗിൽ ഏറ്റവും നല്ലത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ആ കൺസ്ട്രക്ഷൻ മേഖല വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രാഫ്റ്റ്സ് പേഴ്സൺ ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് നല്ല സാധ്യതയാണ്. പിന്നെ 4 IT ആണ് നമ്മളെപ്പോഴും പറഞ്ഞു വരുന്നത്. ITയിൽ ഏറ്റവും സാധ്യത സൈബർ സെക്യൂരിറ്റിക്കാണ് എന്ന് വേണം ഈ CSOL ലിസ്റ്റിൽ സൈബർ സെക്യൂരിറ്റിയെ എടുത്ത് പരാമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഡേറ്റ അനലിറ്റിക്സും ഡേറ്റ സയൻസും ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൈബർ സെക്യൂരിറ്റി ഇവരുടെ ഓവറോൾ റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് റീട്രേറ്റ് ചെയ്യുകയാണ്. 5 നമ്മളെപ്പോഴും പറയുന്ന ഫുഡ് ആൻഡ് അഗ്രികൾച്ചറാണ്. അപ്പോൾ ഫുഡ് ടെക്നോളജി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് CSOയിൽ. അതുപോലെ അഗ്രികൾച്ചർ കൺസൾട്ടൻറ്റ്, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് എടുത്തു പറഞ്ഞിട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഈ 4 ഒക്യുപ്പേഷൻസ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഞാൻ വീണ്ടും പറയുകയാണ്, കൺസ്ട്രക്ഷൻ മേഖല, ഹെൽത്ത് മേഖല, അഗ്രികൾച്ചർ മേഖല, അതുപോലെ സൈബർ സെക്യൂരിറ്റി, ഈ 4 മേഖലകളാണ് ഏറ്റവും സൂപ്പർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ പാഷനും ടേസ്റ്റും ഇതിനുമായിട്ട് മിക്സായി നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്താണ്? 4 വർഷത്തെ ഒരു സ്പോൺസേഡ് വിസയാണ്. ഈ 4 വർഷത്തിൽ 2 വർഷമെങ്കിലും നിങ്ങളൊരു എംപ്ലോയറിൻ്റെ കൂടെ ജോലി ചെയ്തതിന് ശേഷം 2 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് പെർമനൻറ്റ് റെസിഡൻസി വർക്ക് ടു പെർ മൈഗ്രേഷൻ പാത്വേയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വരും. ഇല്ലെങ്കിലും 186 വിസയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് നോക്കാം. 3 കാറ്റഗറീസ് ആയിട്ടാണ് ഈ പാത്വേസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാത്വേ നമ്പർ 1 സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് പാത്വേ എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ഇമിഗ്രൻസിനുള്ളതാണ്. $135,000 ആനുവൽ സാലറി കൂടുതൽ ഏൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്കാണ് ഇത് കിട്ടുന്നത്. നാട്ടിലുള്ളവർ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യും എന്ന് ചോദിച്ചാൽ, നാട്ടിൽ നിന്ന് നമുക്കൊരു സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുകയും അതിനോടൊപ്പം ഒരു seek.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി ജോലിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളെ തിരഞ്ഞെടുത്ത് നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനി ആണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഈ വിസ കാറ്റഗറി എടുക്കാം. നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ 135,000 മുകളിൽ ആനുവൽ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണിച്ചാലേ അത് കിട്ടുള്ളൂ. സോ നോർമലി ഇങ്ങനെ നമ്മളെ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവർ സീക്ക് എന്ന് പറഞ്ഞ ഇവിടുത്തെ വെബ്സൈറ്റുകളിൽ പരസ്യം ചെയ്യണം. അവിടെ പരസ്യം ചെയ്തിട്ട് ലോക്കൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല, ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലും ഒക്കെ ഉള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി, അതായത് നമുക്ക് യോഗ്യരായവരെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള തെളിവുകൾ നിരത്തിയതിന് ശേഷം മാത്രമേ അവർക്ക് പുറത്തുനിന്ന് ഒരാളെ സ്പോൺസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ 135,000 മുകളിൽ സാലറി വേണമെന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. 2, ഇത് ഏതെങ്കിലും ഒരു ആൻസ്കോ ഓക്യുപ്പേഷൻ ആയാൽ മതി, എക്സെപ്റ്റ് 3, 7 and 8 ഗ്രൂപ്പുകളിലുള്ളത്, അതായത് ട്രേഡ്സ്, മെഷീൻ ലേബർ ഓപ്പറേറ്റേഴ്സ്, അങ്ങനത്തെ ഒക്യുപ്പേഷൻസ് അല്ലാതെ ബാക്കിയുള്ളതായാൽ മതി എന്നുള്ളതാണ്. CSOL ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. 135,000 മേലെ സാലറി ഉണ്ടാവണമെന്നേ ഉള്ളൂ. അടുത്തത് പാത്വേ നമ്പർ 2. ഇതാണ് മെജോറിറ്റി ആൾക്കാരും എടുക്കാൻ പോകുന്ന പാത്വേ, കോർ സ്കിൽസ് പാത്വേ. ഇതിന് പറയുന്ന ആനുവൽ ഇൻകം $73,150 മുകളിൽ ആനുവൽ ഇൻകം മതി. അപ്പോൾ ഇതൊക്കെ ഒത്തിരി ഓസ്ട്രേലിയയിലുള്ള സ്റ്റുഡൻസിനൊക്കെ വളരെ യോജിച്ച ഒരു പ്രോഗ്രാമാണ് കോർ സ്കിൽസ് പാത്വേ. ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം വെറും 21 ദിവസമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പം 485 വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണും. അതായത് സ്റ്റേ ബാക്ക് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് കോർ സ്കിൽസ് പാത്വേ വഴി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ഒത്തിരി ജാലകങ്ങൾ തുറന്നു വരും. കാരണം നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് 35 വയസ്സിന് മുകളിൽ കിട്ടത്തില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളിൽ നേരിടുന്നവർക്കൊക്കെ ഇത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം. 21 ദിവസത്തിനകത്ത് പ്രോസസ്സിങ് നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ സ്കിൽ പാത്വേ വെറും 7 ദിവസം കൊണ്ടും പ്രോസസ്സിങ് നടക്കുന്നു.
ഇനി എസെൻഷ്യൽ സ്കിൽസ് പാത്വേ, ഇത് കോർ സ്കില്ലിന് താഴെയുള്ള, അതായത് $73,150 താഴെ ഇൻകമാണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ലോവർ പെയ്ഡ് സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു പാത്വേ കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 3 പാത്വേകളിലൂടെ നിങ്ങൾക്ക് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ പ്രാപ്തമാക്കാൻ സാധിക്കും. മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ വിത്ത് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോഗ്രാഫിക്സ് നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. കാരണം ഇത് ഒരുപാട് കുട്ടികളുടെ തീരുമാനങ്ങൾ, ഇനി ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ തീരുമാനം എങ്ങനെ എടുക്കണം എന്ന് ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ വിത്ത് ഗ്രാഫ്സ് ആൻഡ് ഇമേജസ് ഞങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. സോ ദിസ് ഇസ് ജസ്വിൻ signing out from Hola World YouTube channel. We'll see you again with a short updated video soon.